നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്തിട്ട് തീർക്കണം. പുറത്തൊരു കൂട്ടരുടെ ആവശ്യം ഇതാണ്. 28-ന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാലക്കാട് MLAക്ക് മുന്നിൽ പാതാള കുഴിയെന്ന് സൂചന. രാഹുലിന് ജാമ്യം കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം പോക്സോ കേസെടുത്ത് പ്രയോഗിക്കുമെന്നാണ് വിവരങ്ങൾ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിനുള്ളിലിട്ട് മാങ്കൂട്ടത്തെ മാനസികമായി തകർക്കുക. രാഹുലിനെതിരെ ഒരു പോക്സോ കേസ് വരാൻ പോകുന്നു എന്ന അഭ്യൂഹം കുറച്ച് കാലമായി പരക്കുന്നുണ്ടായിരുന്നു. 1ഉം 2ഉം കേസുകളിൽ ജാമ്യം കിട്ടി മുഖ്യന് നേരെ പല്ലിളിച്ച് കാണിച്ച രാഹുലിനെ എല്ലാ പഴുതും അടച്ചാണ് 3ാം പരാതിയിൽ പോലീസ് പൂട്ടിയത്. അപ്പോഴും ഒരു കൂസലുമില്ലാതെ രാഹുൽ ആ ചിരി. കോടതിയിൽ നിന്ന് ഞാൻ ഊരിപ്പോരുമെന്ന കോൺഫിഡൻസ്. 28-ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വക്കീലും ചില നിയമ വിദഗ്ധരും പറയുന്നുണ്ട്. ജാമ്യം കിട്ടിയാൽ പോക്സോ കേസിൽ പൂട്ടാൻ പുറത്ത് വമ്പൻ കളി നടക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ. ഈ കേസുകളിൽ നിന്ന് തലയൂരി പുറത്തേക്കിറങ്ങാനുള്ള തിടുക്കത്തിലാണ് രാഹുൽ. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് MLA ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിച്ചിരുന്നുവല്ലോ. ജനം എൻ്റെ കൂടെയാണ്, ഞാൻ ജയിക്കും എന്നായിരുന്നു വെല്ലുവിളി. ഈ അപകടം മുന്നിൽ കണ്ട് രാഹുൽ അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ CPM പണിയുന്നത്. പാലക്കാട് മണ്ഡലം നോക്കി വെച്ചിരിക്കുകയാണ് സരിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സീറ്റ് കിട്ടും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും ഒരു സ്വപ്നം കണ്ടുമൊക്കെയാണ് സരിൻ ഇരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ സരിന് അത് തിരിച്ചടിയാണ്. അതുകൊണ്ട് എങ്ങനെയും പാലക്കാട് MLAയെ അകത്തിട്ട് തീർക്കാൻ തന്നെയായിരിക്കും കളികൾ പലതും നടക്കുന്നത്. CM ഓഫീസ് കേന്ദ്രീകരിച്ച് രാഹുലിനെ വട്ടം പിടിച്ചു പൂട്ടാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആരോപണം ശക്തമാകുന്നത്. ചില വമ്പന്മാർക്ക് കണ്ണിലെ കരടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവരും CM ഓഫീസിലെ ശക്തി കേന്ദ്രങ്ങളെ സ്വാധീനിച്ച് രാഹുലിനെതിരെ കുരുക്കുകൾ മുറുക്കുന്നുണ്ട്. P. ശശിയാണല്ലോ CM ഓഫീസിലെ പ്രധാന അധികാര കേന്ദ്രം. ഇവരൊക്കെ പാലക്കാട് MLAയുടെ രാഷ്ട്രീയ ഭാവിക്ക് സമാധി കെട്ടാൻ കൈകോർത്ത് കാത്തിരിക്കുന്നവരാണ്. രാഹുലിനെതിരെ കേരളം ഞെട്ടുന്നത് പലതും പുറത്തു വരാനുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പലയാവർത്തി പ്രതികരിച്ചിട്ടുണ്ട്. സ്ത്രീലെമ്പടനെന്ന് പിണറായി വിജയനും രാഹുലിനെ കുറിച്ച് വ്യക്തമാക്കിയത്. ഇനിയും ഒരുപാട് കേസ് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് CPM നേതാക്കളും പറഞ്ഞു. അതായത് രാഹുലിനെതിരെ കുറെ പരാതികൾ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതികൾ രാഷ്ട്രീയ കളിക്ക് പിണറായി പ്രയോഗിക്കുന്നു. ഇരകൾക്ക് നീതി വാങ്ങി കൊടുക്കാനല്ല, മറിച്ച് വേട്ടക്കാരന്റെ പല്ല് പറിക്കാൻ ഇത് ആയുധമാക്കുകയാണ് ഭരണകൂടം. ആദ്യം പരാതി കിട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആരോപണം വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ കളിയാണ് ഈ പരാതിയെന്ന്. പിന്നെ മറ്റൊരു പരാതിയും വന്നിരുന്നു. രണ്ടിലും ഊരിപ്പോയപ്പോൾ 3ാം പരാതിയിലിട്ട് പൂട്ടുന്നു. അത് ജാമ്യം കിട്ടുമെന്ന ഘട്ടമുണ്ടായപ്പോൾ പോക്സോ കേസ് പ്രയോഗിക്കാനാണ് ഇപ്പോൾ പദ്ധതി. സത്യത്തിൽ ഇരകളെ വേട്ടയാടുന്നത് ഈ ഭരണകൂടം തന്നെയാണ്. രാഹുൽ മുൻപ് ട്യൂഷൻ എടുത്തിരുന്നുവെന്നും അവിടെ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും മറ്റൊരു 17-കാരിയെ ഇരയാക്കി എന്നൊക്കെയാണ് CPM സൈബർ ഗ്രൂപ്പുകളിലെ പ്രചാരണം. ഇതിലേതെങ്കിലും പോക്സോ കേസാണോ ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും രാഹുലിനെതിരെ കൃത്യമായ ഒരു കുരുക്ക് അത് അണിയറയിൽ ശക്തമാകുന്നുണ്ട്. ജനുവരി 28 രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകം തന്നെയാണ്. 3ാം പരാതിയിൽ ജാമ്യത്തിന് വേണ്ടി നിയമത്തിന്റെ ഇഴകീറി പരിശോധിക്കുകയാണ് രാഹുലിന്റെ വക്കീല്. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളി രാഹുലിനെ തൂക്കി അകത്തിട്ടത്. പിന്നീട് റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി. ഇതാണ് 28-ന് വിധി പറയാൻ മാറ്റിയത്. അടുത്തത് പോക്സോ കേസാണെങ്കിൽ സംഗതി കൈവിട്ടു പോകും. പാലക്കാട് MLAക്ക് ഊരാ കുടുക്കാകും. പോക്സോ ആയതുകൊണ്ട് അടപടലം വീഴും. രാഹുൽ പോക്സോ കേസിൽ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. എന്നാൽ ഭരണകൂടം രാഷ്ട്രീയ വേട്ടയാടലിന് ആയുധമായി ഇത് പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ പോകുകയാണ്. മാങ്കൂട്ടത്തിൽ ഇപ്പോൾ 2 ആഴ്ചയായി ജയിലിൽ തുടരുകയാണ്. രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് കോടതിയിൽ ഉന്നയിച്ച ചില നിർണായക വാദങ്ങൾ വരാനിരിക്കുന്ന വിധിയിൽ രാഹുലിന് അനുകൂലമായി പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് രാഹുലിന് ജാമ്യം ലഭിക്കുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യാനുള്ള സാധ്യത ശക്തമാണെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ അസ്വാഭാവികവും അസാധാരണവുമാണെന്നും നിയമപരമായ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും ആരോപണങ്ങളും ശക്തമാകുന്നു. ബലാത്സംഗത്തിനിരയായെന്ന് പറയപ്പെടുന്ന യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പരാതി നൽകിയത്.
ശ്രദ്ധേയമായ കാര്യം, മുൻപ് നൽകിയ ആദ്യ പരാതിയും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടായിരുന്നു നൽകപ്പെട്ടത്. ഇപ്പോൾ ഉയർന്നു വന്ന മൂന്നാമത്തെ പരാതിയും അതേ വഴിയിലാണ് എത്തിയത്. ഈ പരാതികളിൽ മറ്റൊരു സാമ്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആദ്യ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പരാതിക്കാരി രാഹുൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചുവെന്നും അതിന്റെ തെളിവായി ഭ്രൂണം തന്റെ പക്കലുണ്ട് എന്നും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആദ്യ പരാതിയിൽ ഇത്തരം ഭൗതിക തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്ന വാദവും ഉയരുന്നു. ഇതോടൊപ്പം ക്രൂരമായ ബലാത്സംഗം, ഭീഷണി, മാനസിക പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ ആദ്യവും മൂന്നാമത്തേതുമായ പരാതികളിൽ ഒരേ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ സാമ്യങ്ങൾ യാദൃശ്ചികമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുകയാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ആദ്യ കേസിൽ കോടതി നോട്ട് അറസ്റ്റ് നിർദ്ദേശം നൽകിയിരിക്കെ അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് രാഹുൽ കോടതിയെ അറിയിച്ചിരിക്കെ നാട് വിട്ടുപോകാൻ പോലും കഴിയാത്ത ഒരാളെ എങ്ങനെ പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. അതിനാണ് പല ആരോപണങ്ങൾ ഭരണകൂടത്തിന് നേരെ വന്നത്. അതായത് ഈ മൂന്നാം പരാതി ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഉയർന്നു വന്നത്. ഈ മൂന്നാം പരാതി ഭരണകൂടം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രയോഗിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വാദം. ഒരു മൂന്നാം പരാതിക്കാരി ഉണ്ട് എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ആ മൂന്നാം പരാതിക്കാരിയെ ഭരണകൂടം പ്രയോഗിച്ചു എന്നാണ് ഇപ്പോൾ ആ തലത്തിലേക്കൊക്കെ കൂടി ചർച്ചകൾ മാറുകയാണ്. CPM-ന്റെ ആവശ്യപ്രകാരം പോലീസിനെ ഇറക്കി ഭരണകൂടം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടി എന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന ചില നടപടിക്രമങ്ങൾ, അതുപോലും അതിൽ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുൻ DGP ആയിരുന്ന സെൻകുമാർ വ്യക്തമാക്കുകയും ചെയ്തതോടെ ഇത് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് തന്നെ പൊതുജനങ്ങളും ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു. പോലീസ് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെ എങ്ങനെയെങ്കിലും രാഹുലിനെ അകത്തിടണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഇതെല്ലാം ഭാവിയിൽ രാഹുലിനെതിരെ നടപടിയെടുത്തവർ നിയമക്കുരുക്കിലാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജയിലിൽ രാഹുലിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി ആഘോഷിക്കുകയും രാഹുലിനെ പൂർണ്ണമായും അങ്ങില്ലാതാക്കാനുള്ള അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അഭിഭാഷകരും വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ജയിലിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും രാഹുൽ തിരിച്ചുവരവിനുള്ള കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമിയും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ജയിലിൽ മാങ്കൂട്ടം ഉറക്കമില്ലാതെ എന്തൊക്കെയോ ആലോചനയിലാണ് എന്നാണ്. സാധാരണ ഒരാൾ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ രാഹുൽ അതീവ ഗൗരവത്തോടെയും ആത്മസംയമനത്തോടെയും പെരുമാറുന്നതാണ് സഹതടവുകാരെ പോലും അമ്പരപ്പിക്കുന്നത്. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരുന്ന് കണക്കുകൂട്ടലുകളിൽ മുഴുകുന്ന രാഹുൽ തന്നെ കുടുക്കിയവർക്കെതിരെയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് എന്ന വിലയിരുത്തലും ഉയരുന്നു. രാഹുൽ ഈ കേസുകളിൽ നിന്ന് മോചനം നേടുക എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. വളരെ ചെറുപ്പത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പിന്നീട് പാലക്കാട് MLA ആയി ഉയർന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിവേഗ വളർച്ചയും വലിയ രാഷ്ട്രീയ സാധ്യതയും ഉണ്ടായിരുന്ന ഒരാൾ പെണ്ണ് കേസുകളുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി മാത്രമല്ല, അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ കൂടിയാണ് ഈ ഒരു ഗതികേടിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അയാൾക്കൊരു വലിയ ബ്ലാക്ക് മാർക്ക് തന്നെയാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇപ്പോഴും അയാളെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെയാണ് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഭരണകൂടം അയാളെ വേട്ടയാടുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അയാൾക്ക് പിന്തുണ നൽകുന്നത്. സ്വന്തം പാർട്ടി പോലും കൈവിട്ടു എന്ന ആരോപണവും ഒപ്പം നിന്നവർ പിന്നിൽ നിന്ന് കുത്തിയെന്ന വേദനയും രാഹുലിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് എന്നത് രാഹുലിന് രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായും അത്യാവശ്യമാണ്. ജയിലിലിരുന്ന് നടത്തുന്ന പ്ലാനിങ്ങുകൾ പുറത്തിറങ്ങിയ ശേഷം എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖയാണെന്ന് ഇയാളുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇയാളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു വെറി പിടിച്ചിട്ടുണ്ട്. തന്നെ ഇല്ലാതാക്കാൻ വലിയൊരു കളി നടന്നിട്ടുണ്ട്. ആ കളിയിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയായാലും അവരെ ഒന്നും താൻ വെറുതെ വിടില്ല എന്നുള്ള ഒരു മനോഭാവം അയാളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അയാൾ കടക്കും എന്നുള്ള സൂചനയുമുണ്ട്. എന്നാൽ അയാൾ പുറത്തിറങ്ങിയാൽ തൊട്ടടുത്ത നിമിഷം പോക്സോ കേസിൽ തൂക്കി അകത്തിടാൻ ഇവിടെ ഒരു കൂട്ടം കാത്തു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്താനാകുമോ? ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ? രാഷ്ട്രീയ ഭാവി എങ്ങനെ പുനർനിർമ്മിക്കണം? ശത്രുക്കൾ നിറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെ മുന്നേറണം?
ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനിടയിൽ പൊതുജനങ്ങൾ വലിയൊരു വിഭാഗം രാഹുലിന്റെ വാദങ്ങൾ വിശ്വസിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. പോലീസ് നടപടികൾ നിയമവിരുദ്ധമാണെന്നും CPMന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് രാഹുലിനെ മുളയിലെ നുള്ളാൻ ശ്രമിക്കുന്നത് എന്നും ജനങ്ങൾ പ്രതികരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ, പോലീസ് പറയുന്ന കഥകൾ മുഴുവനും ജനങ്ങൾ വിശ്വസിക്കുന്നതുമില്ല. ഇപ്പോൾ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് 28-ാം തീയതിയിലെ കോടതി വിധിയിലാണ്. ജാമ്യാപേക്ഷയിലെ അന്തിമ ഉത്തരവ് എന്തായിരിക്കും എന്ന കാത്തിരിപ്പിലാണ് രാഹുലും. മാത്രമല്ല, ഇയാളെ പിന്തുണയ്ക്കുന്നവരും ആകാംക്ഷയോടെ, ആത്മവിശ്വാസത്തോടെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ജയിലിലെ സഹതടവുകാരെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഹുൽ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ ആരംഭിക്കാനുള്ള വലിയ അജണ്ടകൾ ഇതിനകം തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകണം, കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. അതിൻ്റെ എല്ലാം ഉത്തരം വരും ദിവസം പുറത്തു വരുന്ന കോടതി വിധിയോടൊപ്പം കേരള രാഷ്ട്രീയവും കാത്തിരിക്കുകയാണ്. വിധി വരുമ്പോൾ രാഹുലിന് ജാമ്യം കിട്ടുകയും രാഹുൽ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും എന്ന് തന്നെ വിലയിരുത്തപ്പെടുകയാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. നിയമവിദഗ്ധർ രാഹുലിന് അനുകൂലമായി ചിലതൊക്കെ പറയുമ്പോഴും പക്ഷേ അതത്ര എളുപ്പമല്ല. കാരണം കോടതി പരിഗണനയിലെടുത്ത ചില വിഷയങ്ങളുണ്ട്. അതായത് ബലാത്സംഗം പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല, ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. അതായത് ഇവരുടെ ചാറ്റുകളൊക്കെ പരിശോധിച്ച കോടതിക്ക് അതൊക്കെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു രാഷ്ട്രീയ പിൻബലം ഒക്കെ കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യം കൊടുത്താൽ ഇയാൾ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുമോ, അതിജീവിതമാരെ അധിക്ഷേപിക്കുമോ, അവരെ ഭീഷണിപ്പെടുത്തുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അതെല്ലാം കോടതിക്ക് മുൻപിൽ എത്തും. എന്തായാലും 28-ാം തീയതി അത് നിർണായകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.